7 ഡേ ചാലഞ്ച് ആണ് നിങ്ങൾക്ക് നൽകാനായിട്ട് പോകുന്നത്. അതായത് ഇത് നിങ്ങൾക്ക് പേഴ്സണലി വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ചാലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഈ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നിർബന്ധമായും ഉണ്ടാവേണ്ടതും അതനുസരിച്ച് നമുക്ക് വലിയ തോതിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ നമുക്ക് കൊണ്ടുവരാനും സാധിക്കും. അപ്പൊ സെൽഫ് ഡ്രിവൺ ആയിട്ട് നിങ്ങൾ സ്വയം തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ ചാലഞ്ച് രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ആളുകളുമായിട്ട് നല്ല കണക്ഷൻസ് ഉണ്ടാക്കിയെടുക്കാനുള്ള, ആളുകളുമായിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, എക്സസൈസുകൾ കോർത്തിണക്കിക്കൊണ്ട് 7 ഡേ ചാലഞ്ച് നിങ്ങൾക്ക് നൽകുന്നത്. അതില് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അപ്രീഷിയേറ്റ് 3 persons ഡെയിലി. മിനിമം 3 ആളുകളെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്രീഷിയേറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇതിനി നമ്മൾ പ്രാക്ടിക്കൽ ആക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഒരു ദിവസം 3 ആളെയെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യുക. നിങ്ങൾ കണ്ടുമുട്ടുന്ന, നിങ്ങൾ പരിചയപ്പെടുന്ന, നിങ്ങൾ സംസാരിക്കുന്ന ഒരു 3 ആളെങ്കിലും മിനിമം നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്രീഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന പോസിറ്റീവായിട്ടുള്ള ചേഞ്ചും അപ്രീഷിയേറ്റ് ചെയ്യുന്ന നിങ്ങളിൽ ഉണ്ടാകുന്ന ചേഞ്ചും നിങ്ങളൊന്ന് കാണുക നേരത്തെ തന്നെ. അത് നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് മാറ്റിക്കൊണ്ടുവരാം. അപ്പൊ ഇത് 7 ദിവസവും നമ്മൾ ചെയ്തു നോക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാകും ഓരോ ദിവസവും ചെയ്യുമ്പോഴും അതിന്റെ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അവസരം കിട്ടുന്ന സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജെന്യുവനായിട്ട് സത്യസന്ധമായിട്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഒരു 3 ആളെങ്കിലും മിനിമം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. അപ്പൊ നിലവിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടാകും, നിലവിൽ അത് സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അവരതിനെ പ്രാക്ടിക്കലി അത് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. ഇനി തീരെ ചെയ്യാത്ത ആളുകളുണ്ട് എങ്കിൽ അവരത് ചെയ്തു തുടങ്ങുക. തുടക്കത്തിലൊക്കെ അങ്ങനെ ചെയ്തു തുടങ്ങുമ്പോൾ ചിലപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, പറയുമ്പോൾ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് കുറച്ച് ദിവസം ചെയ്യുമ്പോൾ അത് പ്രാക്ടിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആയി മാറാനായിട്ട് നമ്മളെ സഹായിക്കും. രണ്ടാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നമുക്ക് ലിസൺ കെയർഫുള്ളി. അതായത് നമ്മളുടെ ശ്രദ്ധ വർദ്ധിപ്പിക്കുക. അതായത് ഒരാളെ കേൾക്കാനുള്ള മനസ്ഥിതി നമ്മൾ കൊണ്ടുവരാം. അതായത് നമ്മൾ ഇത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്, ഇത് ചാലഞ്ച് മാത്രമായിട്ടാണ് ഞാൻ പറയണത്. അതായത് അവർക്ക് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ട് നമ്മൾ ശ്രദ്ധയെ കൊടുക്കുക. അപ്പൊ ഈ ഒരു ശ്രദ്ധ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആളുകളുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ടാക്കിയെടുക്കും. ഈ ചാലഞ്ച് ചെയ്യുന്നതിൻ്റെയൊക്കെ പിന്നിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് നല്ല കണക്ഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ആളുകളെ നമ്മൾ പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യുന്ന, എംപതറ്റിക് ആയിട്ട് ലിസൺ ചെയ്യുന്ന വ്യക്തിയായിട്ട് നമ്മൾ മാറാനുള്ള പ്രാക്ടീസ് ചെയ്യാം, ബോധപൂർവം ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾ ഒരാൾ പറയുന്നത് ചിലപ്പോൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ ചില ആളുകൾ സംസാരിക്കുന്ന രീതിയിൽ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ശ്രദ്ധ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ പരിഗണിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ നിങ്ങൾ സംസാരിക്കുന്ന ആരൊക്കെ നിങ്ങളോട് സംസാരിക്കുന്നുണ്ടോ അവരോടൊക്കെ നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുന്ന മാനസികാവസ്ഥ നിങ്ങൾ ബോധപൂർവം ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ ഇന്ന് സോഷ്യൽ മീഡിയ കാലമായതുകൊണ്ട് തന്നെ, ഡിസ്ട്രാക്ഷൻ കൂടുതലുള്ള കാലമായിക്കൊണ്ട് തന്നെ പലപ്പോഴും കേൾക്കാൻ ആളുകളെ കിട്ടുന്നില്ല. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വീട്ടിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ നല്ലൊരു കേൾവിക്കാരി അല്ലെങ്കിൽ കേൾവിക്കാരനായിട്ട് മാറിക്കഴിഞ്ഞാൽ ആ വീട്ടിന്റെ ഉള്ളിൽ തന്നെ നല്ല റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ സുഹൃത്തുക്കളോട്, നിങ്ങളുടെ ഓഫീസിലും മറ്റുമൊക്കെ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. എന്നോട് ഒരാൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാനത് കേൾക്കും, പൂർണ്ണമായി 100% ഞാൻ അതിൽ ശ്രദ്ധ കൊടുക്കും എന്ന് നിങ്ങൾ തീരുമാനിക്കുക. അത് പ്രാക്ടീസ് ചെയ്യുക. തുടക്കത്തിലൊക്കെ നമുക്ക് അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും. ഇത് പൂർണ്ണമായിട്ട് കേൾക്കാൻ നോക്കുന്ന സമയത്ത് നമുക്ക് പറയാനുള്ള വ്യഗ്രത, നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോവുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടാവാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ പൂർണ്ണമായിട്ടും അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ പറയുന്ന ആൾക്ക് 100% നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ മാറിയെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പൊ 100%, 100% ശ്രദ്ധ കൊടുക്കുന്ന പ്രാക്ടീസ് നമ്മൾ സ്വയം തന്നെ ചെയ്ത് അതിൽ നമ്മൾ മാസ്റ്ററായിട്ട് മാറാം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുള്ള കാര്യമാണ് ക്രിറ്റിസിസം. അതായത് കുറ്റപ്പെടുത്തി സംസാരിക്കുക, വിമർശിക്കുക,
വിമർശിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കേണ്ടതായിട്ട് വരും. പക്ഷെ അത് ഒരു കുറ്റപ്പെടുത്തലുകളും അത് ചെയ്യുന്ന രീതിയും നമ്മൾ വ്യത്യാസപ്പെടും. ചില കാര്യങ്ങൾ നമുക്ക് ചില ഫീഡ്ബാക്കുകൾ കൊടുക്കേണ്ടതായിട്ട് വരും. അതേസമയം കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുക, കുറവുകളെ കുറിച്ച് സംസാരിക്കുക, വല്ലാത്ത രീതിയിൽ വിമർശിക്കുക, ആ രീതി നമ്മളിലുണ്ട് എങ്കിൽ അത് അടുത്തൊരു 7 ദിവസത്തേക്ക് നിങ്ങൾ ഒന്ന് ഒഴിവാക്കാം. ചില ആളുകള് കുറ്റം കാണുന്നതിലും മാസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ടാവും. പെട്ടെന്ന് അവർക്ക് ഫസ്റ്റ് തന്നെ സ്ട്രൈക്ക് ചെയ്യുക അതിന്റെ കുറവുകൾ എന്താണ് എന്നുള്ളതാണ്. അപ്പൊ ആ കുറവുകളിലേക്ക് നോക്കുന്നതിന് പകരം നിറവുകളിലേക്ക് നോക്കാനുള്ള മാനസികാവസ്ഥ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ അത് പ്രാക്ടീസ് ആക്കി മാറ്റാം. അതായത് കുറ്റപ്പെടുത്തുന്ന രീതി ഒഴിവാക്കി കൊണ്ടുവരിക. അപ്പൊ കുറ്റപ്പെടുത്താനുള്ള രീതി നമുക്ക് ചിലപ്പോൾ അങ്ങനെ ചില ആളുകൾക്ക് അത് എപ്പോഴും ഉള്ളതായിരിക്കാം, ചിലപ്പോൾ ശീലിച്ചു വന്നതായിരിക്കാം. പക്ഷെ അതിന് നമ്മൾ ഒഴിവാക്കാനായിട്ട് ശ്രമം നടത്തുക, ബോധപൂർവം അത് പ്രാക്ടീസ് ചെയ്യാം, അതിന്റെ പോസിറ്റീവ് വശങ്ങൾ കാണുക. ഏതൊരു കാര്യം നമ്മൾ എടുത്തു കഴിഞ്ഞാലും 100% നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവില്ല. 100% നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമില്ല. അതിൽ എന്തെങ്കിലും ഒരു നന്മ ഉണ്ടാവും, എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അവിടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ കാണാനുള്ള ഒരു മാനസികമായ തലം വർദ്ധിപ്പിച്ചെടുത്തുകൊണ്ട് നിങ്ങൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഒരു 7 ദിവസം, ആദ്യം ഒരു 3 ദിവസം കംപ്ലീറ്റ് ചെയ്യുക, പിന്നെ അതൊരു 7 ദിവസത്തിലേക്ക് കൊണ്ടുപോവുക. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് അത് എടുക്കുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് ഹ്യൂമൻ കണക്ഷൻ ആളുകളുമായിട്ട് നല്ല രീതിയിലേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പം കുറ്റപ്പെടുത്തുന്ന അയാളെ അല്ലെങ്കിൽ നിങ്ങളുടെ കുറവുകൾ പറയുന്ന ഒരാളെ, നിങ്ങളുടെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന ഒരാളെ നിങ്ങൾ എത്രത്തോളം ഇഷ്ടമില്ലാത്തൊരവസ്ഥ ഉണ്ടോ അതനുസരിച്ച് നിങ്ങൾ കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾ ആ രീതിയിലായിരിക്കും ആ വ്യക്തി കാണുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഫീഡ്ബാക്സുകളൊക്കെ കൊടുക്കാം, ഇംപ്രൂവ്മെന്റ് പോയിന്റ്സുകളൊക്കെ കൊടുക്കാം. അതേസമയം നമ്മുടെ ടോണിൽ അവരെ കുറ്റപ്പെടുത്തുക, അവരെ ഇകഴ്ത്തി കാണിക്കുക എന്നുള്ളതിൽ നിന്ന് മാറിയിട്ടായിരിക്കണം നമ്മൾ പെരുമാറേണ്ടത്. അപ്പൊ ക്രിറ്റിസിസംസ് ഒഴിവാക്കിയെടുക്കുന്നതും നല്ലതാണ്. ഇപ്പൊ ഈ ഒരു കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആളുകളുമായിട്ട് നല്ല രീതിയിലുള്ള ബന്ധം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് 3ാമത്തെ കാര്യം. 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് വ്യക്തിയുടെ പേര് പഠിക്കുക. ഒരു ദിവസം ഒരു വ്യക്തിയുടെ പേരെങ്കിലും നമ്മൾ പഠിക്കാം. ഒരു ദിവസം ഒരു വ്യക്തിയുടെ പേരെങ്കിലും നമ്മൾ മനസ്സിലാക്കുക, പഠിക്കുക. അതായത് നമ്മൾ പുതിയ ആളുകളൊക്കെ ചിലപ്പോൾ കണ്ടുമുട്ടുന്നുണ്ടാവും, ചിലപ്പോൾ പരിചയപ്പെടുന്നുണ്ടാവും, ചിലപ്പോൾ ഫോൺ കോളിൽ നമ്മൾ പരിചയപ്പെടുന്നുണ്ടാവും, അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഫാമിലിയിൽ ഒരു വിസിറ്റിന് വന്നിട്ടുണ്ടാവും, അല്ലെ ഓഫീസിൽ ഒന്ന് പരിചയപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ പല സ്ഥലത്തുനിന്നും പല ആളുകളെ നമ്മൾ പരിചയപ്പെടുത്താക്കൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പൊ മിനിമം ഒരാളുടെ പേരെങ്കിലും നിങ്ങൾ പുതിയത് പഠിക്കാം. സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരാളുടെ പേരെങ്കിലും നിങ്ങൾ പഠിക്കുക. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അവിടെ നമ്മൾ പുതിയൊരാളെ പരിചയപ്പെടുമ്പോൾ അവിടെ നമുക്ക് അയാളുടെ പേര് പഠിക്കാനുള്ള ഒരു മാനസികമായ അവസ്ഥ നമുക്ക് വന്നു ചേരും. നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമുക്ക് ഒരുക്കി വരും. അപ്പൊ നമ്മളുടെ ബ്രെയിൻ അതിന് അനുകൂലമായിട്ട് മാറും. നമ്മുടെ ബ്രെയിൻ അത് ഓർമ്മപ്പെടുത്താൻ പറ്റുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് അത് പ്രാക്ടീസ് ആയിട്ട് മാറും. അപ്പൊ ഒരു ദിവസം പുതിയ ഒരാളുടെ പേരെങ്കിലും പഠിക്കാം. അപ്പൊ ഈ 7 ദിവസം കൊണ്ട് നിങ്ങൾക്ക് 7 ആളുടെ പേര് പഠിക്കാൻ പറ്റും. നിങ്ങളിത് തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ ഡെയിലി നിങ്ങൾക്ക് ഒരാളുടെ പേര് പഠിക്കാൻ പറ്റും. അപ്പൊ ഒരു 365 ദിവസം കൊണ്ട് 365 ആളുകളുടെ പേര് നിങ്ങൾക്ക് ഓർത്തു വെക്കാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾക്ക് സംസാരിക്കുന്ന സമയത്ത് ആ വ്യക്തിയുടെ പേര് ചൊല്ലി നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് ഓരോ ദിവസവും, അതായത് ഇതൊക്കെ നമുക്ക് ചെയ്യണമെന്നറിയാം, പേര് വെച്ച് സംസാരിക്കണം എന്നൊക്കെ നമ്മൾ കേട്ടു, പഠിച്ചു, മനസ്സിലാക്കി. പക്ഷെ ഇതെങ്ങനെ പ്രാക്ടീസ് ചെയ്യും? ഇതെങ്ങനെ നമ്മുടെ സ്വഭാവത്തിന്റെ ഭാഗമാക്കിയിട്ട് മാറ്റും? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു ദിവസം ഒരാളുടെ പേര് പഠിക്കുക. പഠിക്കാൻ പറ്റൂലേ? യെസ് ഓർ നോ ഒന്ന് പറയോ? ഒരാളുടെ പേര് പഠിക്കുക എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ? നമ്മൾ പരിചയപ്പെടുന്ന മനസ്സിലാക്കുന്ന ഏതെങ്കിലും ഒരാളുടെ പേര്, നമുക്ക് പരിചയപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഒരാളുടെ പേരെങ്കിലും നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഞാന് പേര് വീണ്ടും ചിലപ്പോൾ ചോദിക്കും, പേര് മറന്നു പോകും എന്നുള്ള രീതിയിലൊക്കെ ഉള്ള സ്റ്റേറ്റ്മെന്റ്സുകൾ നമ്മൾ ഒഴിവാക്കാം. നമുക്ക് പേര് ഓർത്തു വെക്കാനായിട്ട് പറ്റും എന്നുള്ളിടത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാം. ഒന്നിലധികം പഠിക്കാൻ കഴിയുന്ന ആളുകൾ ഒന്നിലധികം പഠിക്കാം. പക്ഷെ ഞാൻ മിനിമം ആണ് പറഞ്ഞത്, ഒരാളുടെയെങ്കിലും, ഒരു പുതിയ ഒരാളുടെയെങ്കിലും പേര് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അതോടെ നമുക്ക് ആളുകളുടെ പേരും മുഖവും ഒക്കെ നമുക്ക് ഓർമ്മയിൽ വെക്കാനും ഇടയ്ക്കൊക്കെ അവരുടെ പേര് ചൊല്ലി വിളിക്കാനും ഒക്കെയുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ നോളജ് എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് അതിന് തിളക്കമുള്ളൂ. അറിവെന്ന് പറയുന്നത്
നമ്മുടെ ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് നമുക്ക് അതിന്റെ തിളക്കവും ആ വ്യക്തിത്വത്തിൽ ആ മാറ്റവും കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. കേൾക്കുക എന്നുള്ളത് മാത്രം കൊണ്ട് നമുക്ക് മാറ്റം ഉണ്ടായിക്കൊള്ളുന്നില്ല. നമുക്ക് മാറും, സ്വാഭാവികമായിട്ടും അകത്തളങ്ങളിൽ മാറ്റം ഉണ്ടാവും. പക്ഷെ അത് പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ശ്രമം കൂടി നടത്തി നോക്കി. അപ്പൊ നമുക്ക് വലിയ തോതിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ തർക്കമോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണയോ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യാം. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണയോ തോന്നലുകളോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു പോയിന്റ് ആയിട്ട് പറയണം. അപ്പൊ നമ്മള് മനുഷ്യന്മാരായത് കൊണ്ട് തന്നെ തെറ്റിദ്ധാരണകൾ സ്വാഭാവികമായിട്ടും വരും, അല്ലെ? നമ്മള് കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ പോലെ അമ്മ ചിന്തിച്ചതുപോലെ രണ്ട് ആപ്പിൾ ഇതാക്കിയിട്ടുള്ള സംഭവം നമ്മൾ പറഞ്ഞു. അപ്പൊ അവിടെ എന്താണ്, അവിടെ നമ്മൾ തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ചിലപ്പം ആളുകൾക്കിടയിൽ പല സാഹചര്യങ്ങളിലും ഉണ്ടാവും. അപ്പൊ അവിടെ അങ്ങനത്തെ എന്തെങ്കിലും തെറ്റിദ്ധാരണകളോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ പല ആളുകളും അത് മനസ്സിൽ വെക്കും. അപ്പൊ അങ്ങനത്തെ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുക. ആ തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ മനസ്സിലുണ്ടാവുക. അപ്പൊ നിങ്ങളൊന്ന് ഈ സെഷൻ നിങ്ങളൊന്ന് ജസ്റ്റ് എഴുതി നോക്കുക. എന്റെ പ്രവർത്തനം കൊണ്ടോ എന്റെ സ്വഭാവം കൊണ്ടോ ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, എഴുതി നോക്കുക. ആ വ്യക്തിയുമായിട്ട് ആ തെറ്റിദ്ധാരണ മാറ്റുന്ന രീതിയിൽ ഒന്ന് സംസാരിച്ച് അത് പരിഹരിക്കാൻ പറ്റുകയാണെങ്കിൽ ആ വ്യക്തിയുമായിട്ടുള്ള നല്ല കണക്ഷൻസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ചിലപ്പോൾ നിങ്ങളുടെ പക്ഷെ 100% ശരിയായിരിക്കും, ഓപ്പോസിറ്റ് ചിന്തിക്കുന്ന ആളുകളുടെ 100% ശരിയായിരിക്കും. അപ്പൊ 100% ശരിയാവാൻ സാധ്യതയില്ല. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചർച്ച ചെയ്ത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഉള്ള വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ 7 ദിവസത്തിനുള്ളിൽ ആ വിഷയങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നവ എന്ത് ചെയ്യുക, പരിഹരിച്ച് മുന്നോട്ടേക്ക് പോവുക. അപ്പൊ നമ്മള് ആളുകളുമായിട്ട് തെറ്റി നിൽക്കുക, ആളുകളുമായിട്ട് മിണ്ടാതിരിക്കുക, ആളുകളുമായിട്ട് സംസാരിക്കാതിരിക്കുക, അതൊക്കെ ഒരു ദുർബലതയാണ് കാണിക്കുന്നത്. ആളുകളോട്ട് അകന്നു നിൽക്കുക, സംസാരിക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നത് ദുർബലതയാണ്. അതേസമയത്ത് നെഗറ്റീവായിട്ടുള്ള ആളുകളുണ്ടാകും, ചിലപ്പോൾ നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ അവിടെയും നമ്മുടെ മനസ്സിൽ എന്ത് ചെയ്യരുത്, ആ വ്യക്തിയോട് വിദ്വേഷമോ വൈരാഗ്യമോ അതല്ലെങ്കിൽ വെറുപ്പോ ഒന്നും വെക്കരുത്. അവരുടെ ചിന്താ രീതികൾ പല രീതിയിലും വ്യത്യാസപ്പെട്ട് നിൽക്കുന്നുണ്ടോ, നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ പല രീതിയിലും വ്യത്യാസപ്പെട്ട് നിൽക്കുന്നുണ്ടാവും. അതേസമയത്ത് നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യരുത്, അവരോട് വെറുപ്പോ വിദ്വേഷമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വെക്കാതെ ഇരിക്കണം. കാരണം തെറ്റി നടക്കുന്ന ആളുകൾ അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്ന ആളുകൾ അത് വലിയ അപകടകരമാണ്. അങ്ങനെയുള്ള സാഹചര്യം നമ്മുടെ ബന്ധങ്ങളിൽ ഉണ്ടാവരുത്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലുമായിട്ട് ഒരു വിയോജിപ്പോ ആശയപരമായിട്ടുള്ള വിയോജിപ്പോ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണയോ മറ്റൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെ തെറ്റി നിൽക്കുന്നതുണ്ടെങ്കിൽ അവയൊക്കെ നമുക്ക് ശരിയാക്കിയെടുക്കാൻ പറ്റിയ ഒരു സാഹചര്യമാണിത്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുക. ചിലപ്പോൾ നമ്മളൊരു സോറി പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊന്ന് അതെന്റെ അടുത്ത് സംഭവിച്ചു പോയതാണ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ബന്ധം നന്നാവുകയാണെങ്കിൽ അതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. ചിലപ്പോൾ അവരൊന്ന് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് എന്ത് ചെയ്യും, അവർക്ക് അത് പരിഹരിക്കാനുള്ള മാനസിക തലത്തിലേക്ക് അവർ വരും. അപ്പം ഈ സ്മോൾ മൈൻഡ് ആയിട്ടുള്ള ആളുകള്, പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകള്, അവരോട് നിങ്ങൾ വലിയ യുദ്ധങ്ങൾക്കൊന്നും പോവരുത്. അവരുടെ യുദ്ധങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ എനർജി ലീക്കേജ് ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. അവരുടെ യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ അവിടെ എന്താണ്, എനർജി ലീക്കേജ് സംഭവിക്കും. അതിന്റെ ദോഷം നിങ്ങളുടെ എനർജി നഷ്ടപ്പെടുകയും നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം. ഇതാർക്കും മനസ്സിലാവില്ല. ആളുകൾ ഞാൻ വിട്ടുകൊടുക്കാനോ പറ്റൂല എന്ന് പറഞ്ഞിട്ട് ആ രീതിയിലുള്ള അതിവൈകാരികമായിട്ട് കാര്യങ്ങൾ എടുക്കും. ചിലപ്പോ ഒന്ന് സോറി പറയുകയോ ചിലപ്പോ ഒന്ന് പറഞ്ഞ് സംസാരിക്കുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റിദ്ധാരണകൾ മാറ്റിയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കഴിയുകയാണെങ്കിൽ ആ രീതിയിൽ എന്ത് ചെയ്യണം, അത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് നല്ല. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനത്തെ തെറ്റിദ്ധാരണകൾ മറ്റോ നിങ്ങളുടെ ചുറ്റുപാടും ഉണ്ട് എങ്കിൽ അവ തീർക്കാൻ കൂടി ഈ 7 ദിവസത്തെ ചാലഞ്ച് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അത് ആദ്യം ലിസ്റ്റ് ചെയ്യുക, എന്നിട്ട് സംസാരിക്കുക, പരിഹരിക്കാൻ പറ്റുന്ന രീതിയിൽ അത് പരിഹരിക്കുകയും ചെയ്യാം. 6ാമത്തെ ചാലഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പുഞ്ചിരിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഫേസിൽ
ആ പുഞ്ചിരി വർദ്ധിപ്പിച്ചു കൊണ്ടുവരിക, ബോധപൂർവം നമ്മൾ വർദ്ധിപ്പിച്ചു കൊണ്ടുവരിക. ഈ 7 ദിവസം നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് ഇത് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ അത് ചെയ്ത് നോക്കുക, പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പൊ അങ്ങനെ ഒരു 7 ദിവസമൊക്കെ നമുക്കിത് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്കതിന്റെ വ്യത്യാസം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും, മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകൾ നിങ്ങളൊന്ന് പോസിറ്റീവ് ആയിട്ടുണ്ടല്ലോ, നല്ലൊരു ചേഞ്ച് കാണുന്നുണ്ടല്ലോ, നിങ്ങളുടെ മുഖത്തൊരു സന്തോഷം കാണുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെയുള്ള നല്ല പ്രതികരണങ്ങൾ നമ്മൾ വരും. അപ്പം പ്രാക്ടിക്കലാക്കി മാറ്റുക. ഈ ചിരിക്കുക എന്ന് പറയുന്നത് നമുക്ക് നല്ലതാണെന്ന് കുറെ കാലങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നു. പക്ഷെ അത് എന്റെ ജീവിതത്തിലുണ്ടോ എന്ന് ഞാൻ പരിശോധിച്ച് നോക്കുക. എന്റെ ജീവിതത്തിൽ എനിക്കത് പാലിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? എനിക്കത് നല്ല രീതിയിൽ ആളുകളായിട്ട് ആ പുഞ്ചിരിയോടുകൂടെ ഇടപഴകാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ള ഒരു രീതിയിലേക്ക് നമുക്ക് മാറാനായിട്ട് ഈ ഒരു ചാലഞ്ചിന്റെ സാഹചര്യം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അപ്പൊ ഈ 7 ദിവസത്തെ ചാലഞ്ച് പൂർത്തിയാക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ മുഖത്ത് പുഞ്ചിരി വിടരുന്ന ഒരാളായിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിലവിൽ അത് ചെയ്യുന്ന ആളാണെങ്കിൽ ഒന്നും കൂടി അത് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങളുടെ ഒരു ചിരിച്ച മുഖമാണ് ആളുകളുടെ മനസ്സിൽ നിങ്ങൾ പതിയിപ്പിക്കേണ്ടത്. ഒരു ഗൗരവമുള്ള മുഖവും ഒരു ദുഃഖമുള്ള മുഖവും അല്ല നിങ്ങളുടെ ഫേസ് ആളുകൾ ആലോചിക്കുന്ന സമയത്ത് വരേണ്ടത്. അവിടെ നിങ്ങൾക്കൊരു ഒരു പുഞ്ചിരി തൂകിയ മനുഷ്യൻ എന്ന് നിങ്ങളുടെ പേര് ഓർക്കുമ്പോൾ, നിങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിൽ വരത്തക്ക വിധം നമ്മളുടെ ഫേസിൽ ആ പുഞ്ചിരി വിടർത്തിക്കൊണ്ട് നമ്മൾ സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ നമുക്കതൊരു പെർഫെക്റ്റ് ആയിട്ട് മാറാൻ സാധിക്കും. ഡെയിലി നമ്മളൊന്ന് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്കത് പുഞ്ചിരിയോടുകൂടെ സംസാരിക്കുന്ന രീതി, ഈവൻ നിങ്ങൾ ഫോൺ കോളിലാണ് സംസാരിക്കുന്നതെങ്കിലും നിങ്ങൾ പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയാണെങ്കിൽ ആ ശബ്ദത്തിലുള്ള വ്യത്യാസം പോലും ഓപ്പോസിറ്റ് സൈഡിലുള്ള ആൾക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും. നമ്മൾ വിചാരിക്കും അവരെ കാണുന്നില്ല പിന്നെ എന്തിനാ നമ്മൾ പുഞ്ചിരിക്കുന്നതെന്ന് വിചാരിക്കും. പക്ഷെ നിങ്ങൾ ആ രീതിയിലൊന്ന് പിന്നെ സന്തോഷത്തോടുകൂടെ ഒരു പുഞ്ചിരിയോടുകൂടെ നിങ്ങൾ സംസാരിച്ചു നോക്കൂ. ഓപ്പോസിറ്റുള്ള ആൾക്കും ആ ഒരു ഫീല് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പം ആര് കാണുന്നുണ്ടെന്നോ ആര് കാണുന്നില്ല എന്നുള്ളതൊന്നും അല്ല അവിടെ മാനദണ്ഡം. ഇത് ഞാൻ ലോകത്തോട് പുഞ്ചിരിയോടുകൂടെ സംസാരിക്കും, ഞാൻ പുഞ്ചിരി വിടർത്തിക്കൊണ്ടായിരിക്കും ഞാൻ ആളുകളുമായിട്ട് ഇടപഴകുന്നത് എന്നുള്ളത് തീരുമാനിക്കാം. അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. 7ാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രാക്ടീസ് എംപതി. നമ്മൾ സഹാനുഭൂതി വർദ്ധിപ്പിക്കുക. ആളുകളുടെ വേദനകളും ആളുകളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ സഹാനുഭൂതിയോടെ ഒരു കരുണാർദ്രമായിട്ടുള്ള ഹൃദയത്തോടുകൂടെ നമുക്ക് കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവുക. അതായത് ആളുകളെ സഹാനുഭൂതിയോടുകൂടെ നോക്കാനുള്ള ഒരു മാനസികമായ അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക. നമുക്ക് നമ്മുടെ സംസാരത്തിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും പ്രവൃത്തിയിലൂടെയോ ഒക്കെ ഒരാൾക്ക് ആശ്വാസം കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ആശ്വാസം കൊടുക്കുക. അപ്പൊ ആ രീതിയിൽ സഹാനുഭൂതിയുടെ ഒരു മാനസികാവസ്ഥ നമ്മൾ വർദ്ധിപ്പിച്ചെടുക്കുക. ആളുകൾ ആ രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തുക. അവരുടെ ദുഃഖങ്ങളെല്ലാം നമ്മൾ വഹിക്കുക എന്നുള്ളതല്ല, അവരുടെ അവസ്ഥയെ മനസ്സിലാക്കി അവരുടെ അവസ്ഥ മനസ്സിലാക്കുന്ന ഒരു മാനസികാവസ്ഥ, അവരുടെ സാഹചര്യം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തുകൊണ്ട് അവരെ മനസ്സിലാക്കുകയും അവർക്ക് എന്തൊക്കെ കാര്യത്തിലാണ് നമുക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കാൻ പറ്റുക ആ രീതിയിൽ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരു മാനസികമായ തലത്തിലേക്ക് നമ്മൾ മാറാം. സങ്കടങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ സങ്കടപ്പെടല്ല വേണ്ടത്. സങ്കടങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ സങ്കടപ്പെടല്ല വേണ്ടത്. നമ്മൾ അതിനെ നമ്മുടെ മനഃശക്തി ഉപയോഗിച്ചുകൊണ്ട് അത് കേൾക്കുകയും ചിലപ്പോൾ നമ്മൾ പറയുന്ന ചില നിർദ്ദേശങ്ങൾ, ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന ചില വാക്കുകൾ, ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു പിന്തുണ, നിങ്ങളുടെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ട് എന്ന് കൊടുക്കുന്ന പിന്തുണയൊക്കെ ഒരു പക്ഷേ ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജം കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ സഹാനുഭൂതിയോടുകൂടെ നമ്മൾ ആളുകളുമായിട്ട് പെരുമാറുക, ആളുകളുമായിട്ട് ഇടപഴകുക, എല്ലാ മനുഷ്യരെയും ആ രീതിയിൽ ഒരേ ഭാവത്തോടുകൂടെ നമുക്ക് കാണാനുള്ള ഒരു മാനസികമായ തലം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക. അവിടെ വ്യത്യാസങ്ങളും വൈജാത്യങ്ങളും ഇല്ലാത്ത രീതിയിൽ കരുണയോടുകൂടെ ആളുകളെ കാണാനുള്ള ഒരു മാനസികാവസ്ഥയെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മളിൽ നിന്നും പോകുന്ന എനർജി എന്ന് പറയുന്നത് പോസിറ്റീവായിരിക്കും.
നമ്മളിൽ നിന്ന് പോകുന്ന എനർജി എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ആ പോസിറ്റീവ് ആയിട്ടുള്ള എനർജി അത്തരം വ്യക്തികളിലേക്ക് എത്തുന്ന സമയത്ത് ആ വ്യക്തിക്ക് പോലും മാറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ചിലപ്പം ആ ഒരു ചലനമായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തിയായിരിക്കാം ഒരു പക്ഷേ ആ മനുഷ്യന്റെ കണ്ണ് തുറപ്പിക്കുന്നത് എന്ന് വരെ ഉണ്ടാവാം. അപ്പൊ ആ രീതിയിൽ നമുക്ക് സഹാനുഭൂതിയോടുകൂടെ ആളുകളെ കാണാനും ആളുകളോട് സംസാരിക്കാനും ആളുകളുമായിട്ട് ഇടപഴകാനും ഒക്കെ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഹ്യൂമൻ കണക്ഷൻസ്, ആളുകളുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് വെറുതെ ഉണ്ടായി വരുന്നതല്ല. അതിന് ബോധപൂർവമായിട്ടുള്ള എഫേർട്ട് നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ രീതിയിൽ നമ്മൾ അതിനെ കൺസിഡർ ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഈ 7 ദിവസത്തെ ചാലഞ്ച് നിങ്ങൾക്ക് ഏൽപ്പിക്കുകയാണ്, നിങ്ങളിലേക്ക് ഇത് നൽകുകയാണ്. ആർക്കൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള ആളുകളുണ്ടെങ്കിൽ അവർ മീ എന്നൊന്ന് ടൈപ്പ് ചെയ്യുക. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഡെയിലി 3 ആളുകളെയെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യുക. ഡെയിലി 3 ആളുകളെ അപ്രീഷിയേറ്റ് ചെയ്യുക. ശ്രദ്ധാപൂർവം കേൾക്കുക. ശ്രദ്ധാപൂർവം നമ്മൾ ഒരാളെ കേൾക്കുകയാണെങ്കിൽ ശ്രദ്ധാപൂർവം കേൾക്കുക. അതായത് കുറ്റപ്പെടുത്തുന്ന രീതി നമ്മൾ ഒഴിവാക്കുക. കുറ്റപ്പെടുത്തുന്ന രീതി ഒഴിവാക്കുക. പേര് പഠിക്കുക. ഒരാളുടെയെങ്കിലും പേര് മിനിമം നമ്മൾ പഠിക്കുക. എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണകൾ നീക്കുക. അതേപോലെ തന്നെ നമ്മുടെ മുഖത്ത് പുഞ്ചിരി വർദ്ധിപ്പിക്കുക. നമ്മൾ എംപത്തറ്റിക് ആയിട്ട് കേൾക്കുക എന്നുള്ള രീതിയിലുള്ള 7 കാര്യങ്ങൾ 7 ദിവസത്തെ ചാലഞ്ച് ആയിട്ടാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഇത് സ്വന്തം സെൽഫ് ഡ്രിവൺ ആയിട്ട് നമ്മൾ ചെയ്യാം. നിങ്ങൾ സ്വയം ഏറ്റെടുക്കുക. സ്വയം ഏറ്റെടുക്കുന്നതോടുകൂടെ നിങ്ങൾക്ക് അതിന്റെ ഭാഗമായിട്ട് മാറാനായിട്ട് സാധിക്കും. ആ അർത്ഥത്തിൽ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ, നിങ്ങളോട് സംസാരിച്ചാൽ ആശ്വാസം കിട്ടും, നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ആളുകൾക്ക് ഇഷ്ടം വരും, നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ ആളുകൾക്ക് താല്പര്യം വരും. ആ രീതിയിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആയിട്ട് നിങ്ങൾക്ക് മാറിയിടാനും നിങ്ങൾക്ക് നല്ല ബന്ധങ്ങൾ സൃഷ്ടിച്ചെടുക്കാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ ഇത് സഹായിക്കും എന്നുള്ളതാണ്. ധാരാളം ആളുകൾ മീ എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഈ ചാലഞ്ച് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കട്ടെ. എല്ലാവർക്കും അത് പിന്നെ ചെയ്യാൻ പറ്റുമോ? ഒരു മിനിറ്റ്.